മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളെന്ന പോലെയാണ് മമ്മൂട്ടിയും മോഹൻലാലും, മമ്മൂക്ക നമ്മുടെ ലാലേട്ടൻ. അപ്പോൾ ഇവരുടെ സിനിമ മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ ഇറങ്ങുമ്പോഴാണ് സാധാരണ രീതിയിൽ തിയേറ്ററുകാർക്കാണെങ്കിലും അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള എല്ലാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അത്യാവശ്യം വരുമാനം കിട്ടുന്നതും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും ഡെവലപ്പാവുന്നതും. എന്തിനൊരു സിനിമ ഇറങ്ങുമ്പോൾ സിനിമ പോസ്റ്റർ ഒട്ടിക്കുന്ന ആൾക്ക് വരെ, ആളുടെ കുടുംബം കഴിഞ്ഞു പോകുന്നത് വരെ എങ്ങനെയുള്ള പ്രശസ്തരായ വലിയ നടന്മാരുടെ നല്ല നല്ല സിനിമകൾ തിയേറ്ററിൽ ഇറങ്ങുമ്പോഴാണ്. ചുരുക്കി പറഞ്ഞാൽ ഉറങ്ങിക്കിടക്കുന്ന സിനിമാ തിയേറ്റർ ഉണർന്ന് പ്രവർത്തിക്കണമെങ്കിൽ, അതായത് ബോക്സ് ഓഫീസൊക്കെ ഒന്ന് പപ്പടാക്കണമെന്നുണ്ടെങ്കിൽ മോഹൻലാലിൻ്റെ മമ്മൂട്ടിയുടെയൊക്കെ സിനിമകൾ വരണം. അല്ലെങ്കിൽ ഏത് നടൻ്റെ സിനിമ ആയിക്കോട്ടെ, ഏത് നടിമാരുടെ സിനിമ ആയിക്കോട്ടെ, 2 ദിവസം കഴിഞ്ഞാൽ തിയേറ്ററിൽ നിന്നും നല്ലൊരു അഭിപ്രായം നേടിയെടുക്കുകയാണെങ്കിൽ പിന്നെ തിയേറ്റർ ഗംഭീര തിരക്ക് തന്നെയായിരിക്കും. അപ്പോൾ അതുപോലെ കുറച്ച് ദിവസങ്ങളായിട്ട് ഉണർവില്ലാത്ത സിനിമാ തിയേറ്ററുകളൊക്കെ ഉണരാൻ പോവുകയാണ്. കാരണം ഏറ്റവും പുതിയ സിനിമ മോഹൻലാലിൻ്റെ ബ്രഹ്മാണ്ഡ സിനിമയായ എമ്പുരാൻ ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ട്രെയിലർ ഇന്ന് പുലർച്ചെ ആകുമ്പോഴാണ് ട്രെയിലർ ഇറങ്ങിയത്. മലയാളത്തിൻ്റെ ട്രെയിലർ തന്നെ 27 ലക്ഷം വ്യൂസ് ആയിരിക്കുകയാണ് ഇത്ര മണിക്കൂർ കൊണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു വർക്കിംഗ് ഡേ ആണ് എങ്കിലും കൂടി പലർക്കും ഫോൺ ഉപയോഗിക്കാൻ പോലും സാധിക്കാത്ത സിറ്റുവേഷൻ ഉണ്ടായിരിക്കും. എന്നിട്ടും ഇത്രയും വ്യൂവേഴ്സ് മലയാളത്തിൽ നിന്നും ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സിനിമയുടെ ഫോഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു തീ എത്ര മാത്രമുണ്ട് എന്നുള്ളതാണ്. ഇന്ന് ഉച്ചയോട് കൂടിയിട്ട് ട്രെയിലറൊക്കെ എത്രയോ മില്യൺ കിടക്കും എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ സിനിമ ഇൻഡസ്ട്രി പിടിച്ചു കുലുക്കണമെന്നുണ്ടെങ്കിൽ ലാലേട്ടൻ്റെയോ അല്ലെങ്കിൽ മമ്മൂക്കയുടെ സിനിമകൾ വരണം. ഇപ്പോൾ ബസൂക്ക എന്ന് പറയുന്ന മമ്മൂക്കയുടെ ഏറ്റവും പുതിയ സിനിമയുടെ അപ്ഡേറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് മമ്മൂക്കയുടെ ആ ഒരു ആക്സിഡൻറ്റിനെ കുറിച്ചിട്ട് നമ്മൾ മീഡിയയിലൊക്കെ പറഞ്ഞു കേട്ടത്. എങ്കിലും കൂടിയിട്ട് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ബസൂക്കയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ വരും. ഇതുപോലെ തന്നെ മമ്മൂക്കയുടെ ആരാധകർ കാത്തിരിക്കുന്ന ആ ബസൂക്ക എന്ന് പറയുന്ന സിനിമയുടെ ഒരു ട്രെയിലറും വരും. അപ്പോൾ ഓൾറെഡി ഇനിയുള്ള ദിവസങ്ങൾ തിയേറ്ററൊക്കെ എന്തായാലും പൂരപ്പറമ്പ് ആവാനുള്ള എല്ലാ ലക്ഷണങ്ങളും ഇപ്പം തന്നെ മണത്ത് വന്നുകൊണ്ടിരിക്കേണ്ടത് എന്നുള്ളതാണ്. ഇനി ഇതാ പുതിയ പുതിയ തിയേറ്ററുകൾ പുതിയതായിട്ട് പാവർട്ടിയിലൊരു പുതിയ ഒരു സിനിമാ തിയേറ്റർ ഓപ്പൺ ആവാൻ പോകുന്നുണ്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ. ഒപ്പം തന്നെ പഴയ തിയേറ്ററുകൾ റിനോവേഷൻ ആക്കിയിട്ട് പുതിയ ക്ലാരിറ്റിയോട് കൂടിയിട്ട് സ്ക്രീൻ മാറ്റി, പ്രൊജക്ടർ മാറ്റി, സീറ്റിങ്ങുകൾ മാറ്റി, പാർക്കിംഗ് സെറ്റപ്പുകൾ മാറ്റി, അങ്ങനെ പുതിയ പുതിയ ടെക്നോളജികളിൽ പുതിയ പുതിയ അപ്ഡേറ്റിൽ ഓരോ തിയേറ്ററുകളും വരുന്നുണ്ട്. അപ്പോൾ ഇൻഡസ്ട്രിയിൽ, ഫിലിം ഇൻഡസ്ട്രിയിൽ ഇതുപോലെ തന്നെ മമ്മൂട്ടി, മോഹൻലാൽ എന്ന് പറയുന്ന ഈ താര രാജാക്കന്മാരുടെ സിനിമകൾ വരുമ്പോൾ തന്നെയാണ് എല്ലാം ഒന്ന് ഉഷാറായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിലൂടെ പല മീഡിയകളും പുതിയതായിട്ട് വരും. ഒപ്പം നിലനിൽത്തുകൊണ്ടിരിക്കുന്ന മീഡിയകൾക്ക് പുതിയ പ്രമോഷനായി, പിന്നെ താഴെ പോയിരിക്കുന്ന മീഡിയകൾ കൂടുതലായിട്ട് മുകളിലേക്ക് കയറി വരും. ഓൺലൈൻ മീഡിയാസ് പമ്പരാവാൻ പോകുന്ന, അടിക്ക് പമ്പരാവാൻ പോകുന്ന, അല്ലെങ്കിൽ ഒരുപാട് കണ്ടന്റുകൾ കിട്ടാൻ പോകുന്ന ഒരവസരമായി മാറും. അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു സിനിമ മലയാളം ഇൻഡസ്ട്രിയിൽ പറഞ്ഞാൽ തന്നെയാണ് ടോട്ടാലിറ്റി വേൾഡ് വൈഡായിട്ട് ബിസിനസ്സുകൾ വരെ ഡെവലപ്പ് ആവുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, നല്ല നല്ല സിനിമകൾ വരട്ടെ. എമ്പുരാൻ്റെ ട്രെയിലർ കണ്ടു. അസാധ്യമായ പ്രകടനത്തിലൂടെ ലാലേട്ടൻ തിരിച്ചു വരുന്നൊരു സംഭവമാണ്. ഒപ്പം തന്നെ പൃഥ്വിരാജിൻ്റെ സിനിമാ കരിയറിൽ തന്നെ ഒരു മികവാർന്ന, ഇതുവരെയും എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു ലെവലിലുള്ള മേക്കിംഗ് ആണ് പൃഥ്വിരാജ് ആ ഒരു ഒറ്റ ട്രെയിലറിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എങ്ങനെ എത്ര റിസ്ക് എടുത്തിട്ടാണെന്നുള്ളതൊന്നും നമുക്ക് വിലയിരുത്താൻ സാധിക്കാത്തതിലപ്പുറമാണ് ആ ഒരു റിസ്ക് കാണുന്നത്. ഓക്കെ, എന്തായാലും നല്ല നല്ല സിനിമകൾ ഇനിയും പറക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സിനിമകളെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക. എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ എവിടെയാണ് നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോകുന്നത്, ഏത് തിയേറ്ററിലാണെന്നുള്ളത് കൂടി ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് അറിയിക്കുക. നല്ലൊരു സിനിമ ആവട്ടെ. ഓക്കെ, താങ്ക് യു.